ഇവിടുത്തെ വിശേഷമായ ഒരു ജീവിയാണ് മുതല. ബബിയ എന്ന് പേര്. അത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു അറിയില്ല. ഒരു ദൈവികമായ ഒരു ജീവിയാണ് മുതല. വെജിറ്റേറിയൻ ക്രൊക്കോഡൈൽ. ഭഗവാന് സമർപ്പിച്ച നൈവേദ്യം ഇവിടെ 2 നേരം കൊടുക്കും. എപ്പോൾ കാണാൻ കിട്ടും പറയാൻ പറ്റില്ല. ഒരു ദൈവികമായ സാന്നിധ്യമുള്ള ജീവിയാണ് മുതല. ബ്രിട്ടീഷ് പട്ടാളന്മാർ ആക്രമിച്ച് അതേ തടാകത്തിൽ ഒരു മുതലുണ്ടായിരുന്നു. അതിന് വെടിവെച്ച് കൊന്നു. വെജിറ്റേറിയനായ ഒരു മുതലയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ലോകത്തിലെ തന്നെ അപൂർവമായ ഒരു കാഴ്ചയും സംഗതിയൊക്കെയാണ് ഈ വെജിറ്റേറിയനായ ഒരു മുതല, അല്ലേ? ആ മുതലയുടെ പേരാണ് ബബിയ. കാസർഗോഡ് അനന്തപുര ക്ഷേത്രത്തിലാണ് വെജിറ്റേറിയനായ ഈ മുതലയുള്ളത്. ഭഗവാന് നേദിച്ച നിവേദ്യവും ഈ അരി ഭക്ഷണങ്ങളൊക്കെയാണ് മുതലയുടെ ഇഷ്ടഭക്ഷണം. ആ മുതലയുടെ വിശേഷങ്ങളിലേക്ക്, അനന്തപുര ക്ഷേത്രത്തിൻ്റെ അപൂർവമായ അത്ഭുതകരമായ വിശേഷങ്ങളിലേക്ക്. ശ്രീ അനന്തപത്മനാഭ ക്ഷേത്രം അനന്തപുരം കാസർഗോഡ് ജില്ലയിൽ ഒരു മഹാക്ഷേത്രമായിട്ട് കാണാൻ കിട്ടുന്ന ഒരു പുണ്യസ്ഥലമാണ് അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ വിശേഷമായ ഒരു ജീവിയാണ് മുതല. ബബിയ എന്ന് പേര്. 26 വർഷമായി ഇപ്പോൾ ഉള്ള മുതലയ്ക്ക് വയസ്സ്. അങ്ങനെ ഇപ്പോൾ അമ്പലം പുരോഗതിയായിട്ട് അഭിവൃദ്ധിയായിട്ട് ദൂരത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ബ്രിട്ടീഷർ കൊന്ന് നശിപ്പിച്ച മുതലയുടെ പേര് ബബിയ എന്നുണ്ടായിരുന്നു. അതേ പേരും ഈ മുതലക്ക് ഇട്ടതാണ്. അത് പണ്ടത്തെ ആൾക്കാർ ഇട്ട ആരെയൊന്നും പറയാൻ പറ്റില്ല. ബബിയാണ് ഇപ്പോൾ അതിന് സമയം, കൃത്യമായ സമയമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ രാത്രിയൊക്കെ കടന്ന് ഇവിടെ മുകളിൽ ഉണ്ടാവും. പിന്നെ ചുറ്റിക്കൊണ്ടുണ്ടായിരുന്നു ഉണ്ടാവും. അത് കണ്ടാലും നല്ലതാണ്. എപ്പോൾ കാണാൻ കിട്ടും പറയാൻ പറ്റില്ല. ഒരു ദൈവികമായ സാന്നിധ്യമുള്ള ജീവിയാണ് മുതല. 76 വയസ്സായി ഈ മുതലക്ക്. 76 ഇയേഴ്സ്. പണ്ടത്തെ മുതല പണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെ വന്നു? ഇത് 2ാമത് വന്നത് മുതലാണ്. ഒച്ച കേട്ടാൽ വരില്ല. ഗുഹേൻ്റെ ഉള്ളിൽ ഒരു 2 ഗുഹയുണ്ട്. മുതല താമസിക്കുന്ന ഗുഹയിൽ അവിടെ കടന്നുകൊണ്ടിരിക്കും. അത് എപ്പോൾ പുറത്തു വരും, എവിടെ അകത്ത് പോകും ഒന്നും കണ്ടാൽ നല്ലത്. ഒരു ഭാഗ്യമായ ഒരു ഉണ്ടെങ്കിൽ മാത്രം കാണാൻ കിട്ടുള്ളൂ. രാത്രിയൊക്കെ അമ്പലത്തിൽ നടക്കി കിടക്കും. ആനപ്പടീൻ്റെ അടുത്ത് കിടക്കും. പിന്നെ മറ്റേ മണ്ഡപത്തിൻ്റെ സൈഡിൽ വരും. പിന്നെ മുകളിൽ കുളത്തിൻ്റെ സൈഡിൽ മുകളിൽ വന്ന് കിടക്കും.